നമസ്കാരം. ലോക ചരിത്രത്തിലെ ഏറ്റവും നന്ദി കെട്ട, നാണം കെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചിമ ബംഗാളിലെ ഈ സമയത്തെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണുക. ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം ഞാൻ ഈ കാര്യം പറയാം. BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നിട്ട് അധിക കാലമായില്ല. പക്ഷെ മുൻ ഭരണങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് സ്തുത്യർഹമായിട്ടുള്ള, അഭിനന്ദനാർഹമായിട്ടുള്ള ഭരണമാണ് അവർ കാഴ്ചവെക്കുന്നത്. എതിരാളികൾക്കെല്ലാം കൃത്യമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് അവർ നൽകുന്നുണ്ട്. നോക്കൂ, CPM കഴിഞ്ഞ 15 വർഷം CPMന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അവർ ഗ്രാമങ്ങളിൽ അവരുടെ ഓഫീസുകൾ, അവരുടെ കാര്യാലയങ്ങൾ തിരിച്ചു പിടിക്കുന്നു. അവർ ഇതുപോലെ സമരങ്ങൾ ഒത്തിരി നടത്തുന്നു. അതുപോലെ തന്നെ അവര് ഓരോ കാരണം, നമുക്കറിയാം CPM സമരങ്ങൾ ഒരു കാര്യമില്ലാതെ സമരത്തൊഴിലാളികളുടെ നിലവാരത്തിലേക്ക് താഴുന്നതാണ് പലപ്പോഴും CPMന്റെ ഒരു ചിത്രം നമുക്ക് മുമ്പിലുള്ളത്. അവർ സമരങ്ങൾക്ക് വേണ്ടി സമരം സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോഴിതാ ഫാസിസ്റ്റ് BJPക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമര കോലാഹലങ്ങളാണ് നിങ്ങളിത് കാണുന്നത്. ഈ പൊത്തിനകത്തൊളിച്ച എല്ലാവരും ഈ BJPയുടെ ഭരണത്തിൽ പുറത്തു ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാഴ്ച. നോക്കൂ, 35 വർഷമാണ് പശ്ചിമ ബംഗാളിനെ എല്ലാ അർത്ഥത്തിലും അടക്കി ഭരിച്ചത് ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കം. ആ കാലഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യം അവർ അനുവദിച്ചിരുന്നില്ല. അതിനുശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തത്. CPM കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറഞ്ഞതുപോലെ CPM ചെയ്തതിന് 100 ഇരട്ടിയെ അവർക്ക് തിരിച്ചു കിട്ടി. ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ ഏതാണ്ട് എല്ലാ പാർട്ടി ഓഫീസുകളും തന്നെ പിടിച്ചെടുത്തു തൃണമൂൽ കോൺഗ്രസ്. അവരുടെ സഖാക്കളെ എവിടെ കാണുന്നോ അവിടെ എല്ലാം കാണുന്നിടത്ത് വെച്ച് അടിച്ചോടിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നരകയാതന അനുഭവിക്കേണ്ടി വന്നു. അവരുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇവിടെ കേരളത്തിൽ വന്ന് പൊറാട്ട അടിക്കുകയാണ് അവരുടെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നൊക്കെ. അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. അവർക്ക് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിയില്ല. ചെങ്കൊടി പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പോലും ബംഗാളിൽ സാധ്യമല്ലാത്ത വിധം അത്രത്തോളം അടിച്ചമർത്തൽ തൃണമൂൽ കോൺഗ്രസും അതിന്റെ പ്രവർത്തകരും ചെയ്തു. CPMകാരനെ എവിടെ കാണുന്നു അവിടെ അടിച്ചമർത്തി. അന്നും പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും മുന്നിലേക്ക് വന്നത് സംഘപരിവാറും BJPയുമായിരുന്നു. BJP കൃത്യമായിട്ട് പതുക്കെ അതിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അതിന്റെ പോരാട്ടം കടുപ്പിച്ചുകൊണ്ട് ഭരണം നേടി. നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ നീണ്ട 15 വർഷത്തെ ആ ദുർഭരണത്തിന്, ആ ഒരു ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP ഭരണത്തിൽ വന്നു. BJP ഭരണത്തിൽ വന്നതിന് ശേഷം നോക്കൂ, കൃത്യമായിട്ട് CPMന് അതിന്റെ ഓഫീസുകളെല്ലാം, അതിന്റെ കാര്യാലയങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഓഫീസുകൾ തിരിച്ചു പിടിച്ചു. അവർ പ്രവർത്തനത്തിലേക്ക് വരുന്നു. ഞാൻ മുൻപ് കാണിച്ചു തന്ന വീഡിയോ അതാണ്. ഇന്ന് അവർ സമരങ്ങൾ ധാരാളം നടത്തുന്നു. അതെല്ലാം BJPക്കെതിരെ, BJPയുടെ ഫാസിസത്തിനെതിരെയൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ മുദ്രാവാക്യം അതാണ്: BJPയുടെ ഫാസിസം, BJPയുടെ മുതലാളിത്ത സംരക്ഷണ നയം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുത്തക മുതലാളിത്ത വൽക്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം BJPയുടെ ഫാസിസം എന്നാണ് പറയുന്നത്. BJP എന്ന പാർട്ടി ഫാസിസ്റ്റുകളായിരുന്നെങ്കിൽ ഇതുപോലെ അവർക്ക് ബംഗാളിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമല്ല, യാഥാർത്ഥ്യമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെ CPMന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ ലോകത്തിലെ ഏറ്റവും നന്ദി കെട്ട പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണെന്ന് പറയാൻ കാരണം ഇതാണ്. BJP ഭരിക്കുന്നിടത്തെല്ലാം തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കും ഇതുപോലെ ഇടതുപക്ഷത്തിനും സമരം ചെയ്യുവാനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും സാധിക്കാറുണ്ട്. പക്ഷെ കണ്ണൂർ പോലെയുള്ള ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരു പ്രവർത്തനം നടത്തിയാൽ പിറ്റേ ദിവസം തുടക്കത്തിൽ മറ്റ് ഈ ആളുകളുടെ വെട്ടിയ മുടി ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടി കൊണ്ടുവന്ന് അവരുടെ കിണറ്റിലിടുന്ന, അവരെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുന്ന, അതുപോലുള്ള കൃത്യമായിട്ടുള്ള ഫാസിസ്റ്റ് വൽക്കരണമാണ് ഇവർ നടത്തിയിരുന്നത്. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പറയുന്നതാണ് അവിടുത്തെ നിയമം, പാർട്ടി പറയുന്നതാണ് നിയമം, കോടതിക്കപ്പുറത്താണ് പാർട്ടി ഗ്രാമങ്ങളിലെ നിയമം. വേറെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതെ ഈ പറയുന്ന ആളുകളാണ് BJP വന്നതിന് ശേഷം ഇത് ഫാസിസ്റ്റ് ഭരണമാണെന്ന് പറയുന്നത്. BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം കൂടി ചേർന്നുകൊണ്ട് നോക്കൂ, ഇത്രയും കാലം 15 വർഷം കണ്ടിടത്ത് വെച്ച് അടിച്ചോടിച്ചിരുന്നു സഖാക്കന്മാരെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകള്. ആ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് BJPക്കെതിരെ സമരം ചെയ്യുകയാണ് ഈ CPM.
അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും നന്ദി കെട്ട ഒരു പ്രസ്ഥാനമായി CPM അധപ്പതിച്ചിരിക്കുന്നു. കള്ളത്തരം പറയാൻ, നുണകൾ പറയാൻ, അവരെ രാഷ്ട്രീയം വിജയിക്കുവാൻ എന്തും പറയുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM അധപ്പതിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അല്ലാതെ യാഥാർത്ഥ്യമാണ് കരുതാൻ എന്ന് പറയുന്നത് ഞാൻ പിൻവലിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. CPM എന്ന പ്രസ്ഥാനം ഏറ്റവും നെറികെട്ട, നന്ദികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നത് ഇങ്ങനെയാണ്. തൃണമൂൽ കോൺഗ്രസിനൊപ്പം പോലും BJPക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് അവർ നേതൃത്വം നൽകുന്നു. നോക്കൂ, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം. ഗുജറാത്തിലാവട്ടെ, ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്ന് വിളിക്കുന്ന ഗുജറാത്തിൽ CPMന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ? ഉത്തർപ്രദേശിൽ കഴിയുന്നില്ലേ? മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ, അങ്ങനെ എവിടെയാണ് ഇവർക്ക് സാധിക്കാത്തത്? BJP ഭരിക്കുന്നിടത്ത് കൃത്യമായ ജനാധിപത്യം പുലരുമ്പോൾ CPM ഭരിക്കുന്ന കൊച്ചു ഗ്രാമങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. ഇവരാണ് പറയുന്നത് BJP ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന്. CPM നുണ പറയുന്നു. നുണകൾക്ക് അതുപോലെ തന്നെ നോക്കൂ, ഈ ജോൺ ബ്രിട്ടാസ് ഒക്കെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന മറ്റുള്ള അപരനോട്, മറ്റ് രാഷ്ട്രീയ എതിരാളികളോട് ഇത്രത്തോളം പുച്ഛം കാണിക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവരാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം പുച്ഛിക്കുന്ന ആളുകൾ, എന്നാൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ CPMന്റെ നേതൃത്വത്തിലുള്ളവരാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ്. നോക്കൂ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്താലും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാലും ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ രാഷ്ട്രീയ നേതൃത്വമുള്ളത് CPMനാണെന്ന് പറയേണ്ടി വരും. ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇതുപോലെ ചൂഷണം ചെയ്യുന്ന വിദ്യാഭ്യാസം. നോക്കൂ, കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല ആകെ തന്നെ, നോക്കൂ, പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തന്നെ തകർത്തത് ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നെറികെട്ട ഈ സമരാഭാസം മൂലമാണെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാവില്ല. ഞാൻ ഒരിക്കൽ കൂടി ആണായിട്ട് പറയട്ടെ, നന്ദിയില്ലാത്ത നെറികേടിന്റെ ആൾ രൂപമാണ് ഈ പ്രസ്ഥാനം. അതിന്റെ ഈ കാലഘട്ടത്തിലെ ചെയ്തികളും അങ്ങനെയാണ്. നന്മയെന്ന് പറയാൻ അവർ പഠിക്കാത്തിടത്തോളം കാലം ഉപ്പുവെച്ച കലം പോലെ കനലൊരു തരിയായി മാറും. ആ തരി പോലും ഇന്ന് ഭൂമിയിൽ അവശേഷിക്കാത്ത വിധം വിസ്മൃതിയിലാകും ഈ പാർട്ടി എന്നാണ് പറയാനുള്ളത്.